മാതൃക എന്നൊക്കെ പറഞ്ഞാൽ അതിന് നമ്മുടെ സർക്കാരിനെയും അവരുടെ പാർട്ടിക്കാരെയും കണ്ടുപഠിക്കണം. ജീവൻ രക്ഷിക്കാൻ അവർ ചെടിച്ചട്ടിയെടുക്കും. പിന്നെ ഇവരിൽ പെട്ടൊരുത്തനെ പണ്ട് ഗൺമോനെന്ന് ആക്ഷേപിച്ചവർ തന്നെ ഇന്ന് മറ്റൊരു ഗൺമാനെ ചേർത്ത് പിടിച്ച് മാതൃക കാണിക്കുന്നതും നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ആ ഗൺമാന്റെ സ്നേഹസമീപനം നാം കണ്ടിട്ട് ഇന്നേക്ക് 1 മാസം തികയുന്നു. എന്നിട്ട് ആ മഹാനെതിരെ വല്ല നടപടിയുമുണ്ടോ? എങ്ങനെ നടപടിയെടുക്കും? പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്ന തിരക്കിലല്ലേ? തുറക്ക് രാഹുൽ കഥക്, ഞങ്ങളെത്തി. പോലീസ് അറസ്റ്റ് പുലർച്ചെ. എന്തു കരുതലാണ് നമ്മുടെ പോലീസിന്? ആലപ്പുഴയിൽ 2 KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടു റോഡിൽ വളഞ്ഞിട്ട് തല്ലിയ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാതെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. സംഭവം നടന്ന് 1 മാസം ആകുമ്പോഴും ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചതിൽ മാത്രം ഒതുങ്ങി പോലീസിന്റെ നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നിട്ടും ഒരു തുടർ നടപടിയും പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമക്കേസിൽ പുലർച്ചെ വീട് വളഞ്ഞ് കിടപ്പുമുറിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത പോലീസാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്തത്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്നിറങ്ങി ഗൺമാൻ അനിൽകുമാറും പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ എസ് സന്ദീപും പ്രതിഷേധക്കാരെ വളഞ്ഞിട്ട് തല്ലിയ സംഭവം നവകേരള യാത്രയ്ക്കിടെ ഏറെ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പക്ഷേ അത് വെറും ജീവൻ രക്ഷാ മാർഗമല്ലേ? പ്രതിഷേധത്തിന് ഇരുവരും ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കവെയാണ് ഇത്തരമൊരു നടപടി ഗൺമാന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥന്റെയും ഭാഗത്ത് നിന്നുണ്ടായത്. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഉദ്യോഗസ്ഥരുടെ അതിക്രമമെന്ന വിമർശനങ്ങളും ഉയർന്നിരുന്നു. അതൊക്കെ പഞ്ഞിമുട്ടായി പോലെ അലിഞ്ഞില്ലാതായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം അജയ് ജുവൽ കുര്യാക്കോസും KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ കോടതി ഉത്തരവിട്ടപ്പോഴാണ് കേസെടുത്തത്. ഡിസംബർ 28-ന് പരാതിക്കാരുടെയും സാക്ഷികളുടെയും മൊഴിയെടുത്തു. എന്നിട്ടും പ്രതികളുടെ കാര്യത്തിൽ പോലീസ് ഉരുണ്ടുകളി തുടരുകയാണ്. ക്രിമിനൽ നടപടിച്ചട്ടം 41A പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ ഹാജരായില്ല. ഇരുവരും ആ സമയത്തിൽ നാട്ടിലില്ലായിരുന്നുവെന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസിന്റെ ഭാഷ്യം. എന്താലേ? എന്നാൽ തുടർ നടപടി എന്തായി എന്ന് ചോദിച്ചാൽ നോക്കട്ടെ എന്ന മറുപടി മാത്രമാണ് നൽകിയത്. പൊതുസ്ഥലത്ത് ചീത്ത വിളിക്കുക, ആയുധം ഉപയോഗിച്ച് മർദ്ദിക്കുക, ശരീരത്തിൽ ഗുരുതരമായി മുറിവേൽപ്പിക്കുക എന്നീ കുറ്റങ്ങളാണ് FIR-ൽ ചുമത്തിയിട്ടുള്ളത്. എന്നാൽ കൈക്ക് പൊട്ടലിൽ നിന്ന് കണ്ടെത്തിയതിനാൽ IPC 325 പ്രകാരമുള്ള മുറിവേൽപ്പിച്ചെന്ന കുറ്റം നിലനിൽക്കില്ലെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തി പ്രതിഷേധക്കാർക്കെതിരെ അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ തന്നെ വകുപ്പ് തല നടപടി എടുക്കേണ്ടതായിരുന്നു എന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. പക്ഷേ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനെതിരെ കൈവക്കാൻ ആര് ധൈര്യപ്പെടും എന്നതാണ് പ്രസക്തമായ ചോദ്യം. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള അംഗരക്ഷകർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് മാരകമായി തല്ലിച്ചതച്ചത് സുരക്ഷാ ചുമതലയുടെ ഭാഗമാണെന്നാണ് ഇടതുമുന്നണി നേതാക്കളടക്കം ഉയർത്തുന്ന വാദം. ഇങ്ങനെയും ജീവൻ രക്ഷിക്കാം എന്ന് കേരള ജനതയോട് ഇവർ പറയാതെ പറയുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകവേ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസ് സംഘം പിടിച്ചു മാറ്റിയിരുന്നു. മറ്റൊരു ക്രമസമാധാന പ്രശ്നത്തിനും സാധ്യതയില്ലാത്ത വിധം പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചു മാറ്റി അവരുടെ നിയന്ത്രണത്തിലാക്കിയതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചത്. പാർട്ടി അനുഭാവിയായ കണ്ണൂരിലെ യുവനേതാവൊക്കെ സ്വർണം തട്ടിയെടുത്ത കേസുകളിൽ പ്രതികളാകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് യാതൊരു കോട്ടവും സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന സൂക്ഷ്മത ഈ കാര്യത്തിൽ ഇല്ലാതെ പോകുന്നത്. ലൂസിഫറിൽ പറഞ്ഞതുപോലെ ഇന്ത്യൻ പൊളിറ്റിക്സ് ശരിക്കും ഒരു കോമഡിയല്ലേ എന്ന് തോന്നും. കേരള പൊളിറ്റിക്സോ അതിൽ കെങ്കേമവും.